ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പം ഇന്നൊരു ലോങ് വീഡിയോ ആണ് ഞാൻ എടുക്കാൻ പോകുന്നത്. ഇന്ന് നമ്മൾ എല്ലാവരും ഉണ്ട്, കസിൻസ് എല്ലാവരും ഉണ്ട്. ഇവിടെ ഫ്രണ്ടിലൊക്കെ ആളുകളുണ്ട്. ഞാൻ എല്ലാവരെയും നിങ്ങൾക്ക് കാണിച്ചു തരുന്നതായിരിക്കും. ഇന്ന് ഞാൻ എൻ്റെ അനിയത്തിയെ വിളിക്കാൻ വേണ്ടി, അവൾക്ക് സർപ്രൈസ് കൊടുക്കാൻ വേണ്ടി അവൾ അറിയാതെ അവളെ കോളേജിൽ പോവുകയാണ്. സമയമൊന്നും ആയിട്ടില്ല ക്ലാസ് കഴിയാൻ, നേരത്തെ പോണു. ചായയൊക്കെ കുടിച്ചിട്ട് അങ്ങ് എത്തും. തള്ളു നമുക്ക് അവിടെ രണ്ട് ചായ കടിച്ചിട്ട് പോവാ. അല്ലെങ്കിൽ അവളെ വിളിച്ചിട്ട് ചായ കുടിക്കാം. എങ്ങനെ ചായ കുടിച്ചിട്ട് പോവാ? എന്റെ വീഡിയോ അത് പ്രശ്നമില്ല, നീ പറഞ്ഞോളൂ. നിനക്ക് എന്താണ് പറയാനുള്ളത്? അവന്റെ ആരാധകർ അവന്റെ അടുത്ത് ഞങ്ങള് സീനെ വിളിക്കാൻ പോയാണ് കോളേജിലേക്ക്. പോണ വഴിക്കാണെങ്കിൽ പൂച്ചയൊക്കെ ചാടുന്നു, പട്ടിയും പൂച്ചയും എല്ലാം റോഡ് വഴി ചാടുന്നു. അതൊന്നും നമുക്ക് കുത്തരിയല്ല. അനിയാ, നീ സൂക്ഷിച്ചോട്ടി. രാവിലെ ഒരു എൻഗേജ്മെന്റ് ഉണ്ട്, ബ്രദറിന്റെ എൻഗേജ്മെന്റ്. സീനിയർ കോളേജ് വേറെ, സീനിയർ കോളേജ് അവിടെ. ഒരു പ്രശ്നമുണ്ട്, അനിയത്തിയുടെ കോളേജ് മാരായമുട്ടം കോളേജാണ്. പക്ഷെ കോളേജ് പോകുന്ന വഴി, പോണ വഴിക്ക് ലൈവ് ഇല്ലല്ലേ. അവൻ കള്ളം പറഞ്ഞു കൊടുക്കണ ഗായ്സ്. അവന്റെ കൂട്ടുകാരെടുത്ത് അവന്റെ ഫ്രണ്ട്സിന്റെ അടുത്ത് പറഞ്ഞു കൊടുക്കണെന്ന് വെച്ചാൽ ഇവര് തമിഴ്നാട് റൂട്ട് വഴിയാണ് പോകുന്നത്. സത്യം പറഞ്ഞാൽ നമ്മള് കേരള റൂട്ട്, ഈ മുടി അങ്ങ് മാറ്റി കേരള റൂട്ട് വഴിയാണ് പോകുന്നത്. നമ്മളെ റെയിൽവേ ട്രാക്ക് എത്തി. റെയിൽവേ ട്രാക്ക് അടയ്ക്കുന്നതിന് മുമ്പേ നമുക്ക് അപ്പുറത്ത് പോകണം. നമ്മുടെ ഇന്ത്യയുടെ സ്ഥിതി ഇതാണ്. റെയിൽവേ ഒന്ന് കാണിച്ചു സൂപ്പറായിട്ട് എടുക്കാറോ. വഴി അറിഞ്ഞൂടാ, അതുകൊണ്ട് ഏതൊക്കെ വഴി കയറി പോണേ. എവിടെയെങ്കിലും എത്തുമ്പോ കോളേജ് എത്തുമായിരിക്കും. അതിന്റെ ഇടയ്ക്ക് നമ്മള് പോണ വഴിക്കാണെങ്കിൽ ബിസിനസ് കച്ചവടം. അവള് പറയണേ തിരിച്ചു വരുമ്പോ ചെടി എന്തൊക്കെ പർച്ചേസ് ചെയ്യണോന്നാണ്. എനിക്ക് അറിഞ്ഞൂടാ, എന്തൊക്കെ കാണിക്കുമെന്ന് എനിക്ക് അറിഞ്ഞൂടാ. പോവാൻ പറഞ്ഞു. കുറച്ച് സമയം കണ്ണാടി വയ്ക്കാം. നമുക്ക് പോണ വഴിയൊക്കെ ആണെങ്കിൽ ഒരുവിധം ഒരു കൊച്ചിന്റെ അടുത്ത് ചോദിച്ചപ്പോ ആ കൊച്ചിന് വഴി അറിഞ്ഞൂടാന്നാണ് പറഞ്ഞത്. വഴി അറിയാം, പറഞ്ഞു തരാൻ അറിഞ്ഞൂടാ. വഴി അറിയാം, നീ കണ്ട നേരെ പെയ്യാ മതി. നമ്മള് ചോദിച്ചു കാട്ടിന്റെ അകത്താണെന്ന് തോന്നുന്നു കോളേജ്. അങ്ങനെ കോര വനങ്ങൾ കേറി കാണാൻ കൊള്ളാം കേട്ടോ. എവിടെ തന്നെ ഈ തേരി അങ്ങ് കേറിപ്പോണേ. അപ്പൊ അഥവാ ചോദിച്ചാ പറയണം കസിനെ വിളിക്കാണ്, അങ്ങനെ വളഞ്ഞു പോയത്. കോളേജിൽ റീച്ച് ആയിരിക്കുന്നു. അങ്ങനെ അവസാനം അവള് പഠിക്കുന്ന കോളേജിലെത്തി. നമ്മളെ കണ്ടാണ് കണ്ണിപ്പെട്ടിരിക്കുന്ന കാര്യം. സീന വന്നു. സീന സർപ്രൈസ് ആയിട്ട് വിചാരിച്ചാണ് ഗൈസ്. സർപ്രൈസ് ആയിട്ടുണ്ട് ഗൈസ്. അത് തന്നെ കാർ എവിടെ കൊണ്ടുവരണം? അകത്താ അത് ഓൾറെഡി ക്ലാസ് ഒക്കെ അപ്പുറത്തെ സൈഡ്. ഞാൻ വരാനാ? അല്ല, നീ ഒരു ക്ലാസ് പിരീഡ് കട്ടാക്കണ്ട. 4:15 ഇത് വാഴയ്ക്കൊപ്പം എങ്ങനെയുണ്ട്? കണ്ടെത്തുവാൻ പെട്ട പാട് നമുക്കറിയാം. നമ്മൾ വെച്ച് തേയോ ഇവിടെ വന്നിട്ട് കത്തിറക്കി. അപ്പം എന്തായാലും നമ്മൾ പുറത്തിറങ്ങേണ്ടി വരും. കോളേജിൽ വന്ന് ചായ കളക്ട് ചെയ്യാൻ പോയിരിക്കുന്ന കാര്യം പ്രതീക്ഷിച്ചില്ല. പണി കിട്ടിയല്ല, ഒരാളെ കാണാൻ വന്ന് നോക്കിയത് ഇങ്ങനെ നോക്കിയതില്ല. അവള് ഇങ്ങനെ നോക്കണം. ആരുടാ പറഞ്ഞത്? അടുത്തെത്തിയപ്പോഴാണെന്ന് അറിഞ്ഞത്. നീ പഠിച്ചിട്ട് വന്നേ. ക്ലാസ് കഴിഞ്ഞിട്ട് ചെയ്തിട്ട് വരും. ഇപ്പൊ നമ്മളിങ്ങനെ തമ്പടിച്ച് നിക്കുന്നത് വേറെ ഒന്നും കൊണ്ടല്ല. ക്ലാസ് തുടങ്ങി, ക്ലാസ്സിൽ പോയിരിക്കണം. 4:4 ക്ലാസ് തീരും. അത്ര സമയം നമ്മൾ ആരെയും കണ്ണി പെടാതെ നമ്മൾ ഒളിച്ചാണ് നിൽക്കുന്നത്. അത്രയും പേര് ഒളിച്ചു നിൽക്കണയാണ് കേട്ടോ. നമ്മൾ സ്കൂളിൽ പഠിക്കാൻ 3:45 അലാറം അടിച്ചിരിക്കും നമുക്ക്. ഇങ്ങോട്ട് കെട്ടിയെടുത്തോണ്ട് വന്നേയും അവള് ക്ലാസ്സിൽ പഠിക്കാനും പോയി. നമ്മള് 3G
ക്യാൻറ്റീനിലിരുന്ന് ചായയും കുടിച്ചിട്ട് ഇവിടെ നിൽക്കും. ഭയങ്കര ചൂട് കേട്ടോ, മഴ അവർക്ക് ചൂടാന്ന് ഇവിടെ പെരുമഴ കൊണ്ട് നിക്കാൻ വയ്യ. അവർക്ക് ഭയങ്കര ചൂടാന്ന്. ഇത്ര ഭയങ്കര മഴ. മഴയെന്ന് പറഞ്ഞാൽ തോര മഴ. തോരമഴ. സെക്യൂരിറ്റിനെ കാണാൻ നിക്കണേ. ഇതൊക്കെ പോയി എത്തി നോക്കണേ ഗൈസ്. മിക്കവാറും അടി കിട്ടും. ഞാൻ ഉള്ളത് കൊണ്ടാണ് ഇവരെ പിടിക്കാറ്. ഉള്ളത് കൊണ്ടാണ് അടി കിട്ടുമെന്ന് ചാൻസ്. അടി കിട്ടാതെ കാര്യം ഇവരിങ്ങനെ നിന്ന് ഇവിടെ നിന്ന് ഇങ്ങനെ 4 സൈഡും കിടന്ന് വരവി. സമയം 4:20 എന്നിട്ടും കൊച്ചിനെ കാണാനില്ല. സീനെ കാണാനില്ല. സീന എവിടെ? എന്തോ 4:15 ക്ലാസ് തീരും. 4:20 ഇതെല്ലാ കോളേജിലെയും പ്രത്യേകതയാണ്. 2 മിനിറ്റ് കൂട്ടി ബെല്ലടിക്കുന്ന ഒരു പ്രത്യേകത. ഉറക്കെ പറ. കസിന് വേണ്ടി കട്ട വെയിറ്റിംഗ് ആണ് ഗൈസ്. നിങ്ങൾ ആരെങ്കിലും ഇതേപോലെ കസിന് വേണ്ടി വെയിറ്റ് ചെയ്ത് നിന്നിട്ടുണ്ടോ? കഴിഞ്ഞ പിള്ളേർ ഇങ്ങനെ പോവുകയാണ് ഗൈസ്. ക്ലാസ് കഴിഞ്ഞിട്ടുണ്ട്. സീനെ മാത്രം കാണാനില്ല. അവള് പുറത്ത് ഗൈസ് കസിനെ വിളിച്ചിട്ട് തിരിച്ചു പോവുകയാണ്. കസിനെ വിളിച്ചോണ്ട് പോവുകയാണ്. കസിനെയൊക്കെ വിളിച്ചോണ്ട് പോവുകയാണ്. സെക്യൂരിറ്റി തൂക്കോന്ന് അറിഞ്ഞൂടാ. നേരത്തെ സെക്യൂരിറ്റി കൈ കാണിച്ചിട്ട് വണ്ടി നിർത്തിയില്ല ഗൈസ്. അയ്യോ ഇതെല്ലാം എന്റെ പറയുന്നില്ല ഈ വീഡിയോയിൽ എങ്ങനെയാണോ ഓരോരുത്തർക്ക് ലീവ് കിട്ടിയതും അതിസാഹസികപരമായി ഇന്നത്തെ പരിപാടികൾക്ക് ലീവ് കിട്ടിയത് എങ്ങനെയാന്ന് സീക്രട്ട് ആയിട്ട് ഗായ്സ്. അങ്ങനെ നമ്മള് ഫുഡ് കഴിക്കാൻ വേണ്ടി ഇനി അടുത്ത് പോവുകയാണ്. എവിടെയാണ് പോണത്? ഇറാനിലാണ് പോകുന്നത് ഗൈസ്. ഇറാനിയല്ല ഗൈസ്, മജീസ് മന്തി. മജ്ലീസ് ആണ് കേട്ടോ. മജ്ലീസ് മന്തിയിലാണ്. എങ്ങനെയാണെന്ന് അറിയത്തില്ല. കണ്ടല്ലോ ഗായ്സ്, അവരെല്ലാം കഴിക്കണത് നിങ്ങൾ കണ്ടല്ല. ഇനി ഞാൻ കഴിക്കണത് കാണിച്ചു തരാം. ഞാൻ കഴിക്കണം ഇല്ല ഗൈസ്, ഞാൻ ഇതൊക്കെയാണ് കഴിക്കുന്നത്. അവരെ കണ്ട അവളൊരു പാത്രത്തോടെ എടുത്തോണ്ട് ഈ പാത്രത്തിൽ നിന്ന് ഇടി എടുത്തു വെച്ചാണ് കഴിക്കേണ്ടത്. എന്റെ ഐറ്റം കണ്ട ഇപ്പൊ വന്നതേ ഉള്ളൂ. 10 എത്ര കൊടുക്കാം? 8 കൊടുക്കാം. എല്ലാരും അഭിപ്രായമാണ് 8. എല്ലായിടത്തും കൂടെ ഈക്വൽ ആയിട്ട് ചോദിച്ചു. ഗൈസ് ഒരു മന്തി കഴിപ്പ് കഴിഞ്ഞ് കിടക്കുന്ന കിടപ്പ് കണ്ട എല്ലാം പടമായി. ഇവിടെ മന്തിയല്ല, എന്തോ നൂഡിൽസ് ആണ് കേട്ടോ. ഷെസ്വാൻസ് നൂഡിൽസോ അങ്ങനെ എന്തോ പറഞ്ഞിട്ടുള്ള സാധനം വരും. അപ്പം ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്.